നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ളൊരു തോരനാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി ചെറിയൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 350 മുതൽ 400 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ സീഡും മാറ്റിയതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇംഗ്ലീഷിൽ പംകിൻ എന്ന് പറയും. അങ്ങനെ മത്തങ്ങ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് തോരനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സ്കിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ സ്കിന്നെടുക്കണം നിർബന്ധമില്ല. സ്കിന്നോട് കൂടി തന്നെ നമുക്ക് തയ്യാറാക്കാം. പിന്നെ ആവശ്യമുള്ളത് നാളികേരമാണ്. 250 ml കപ്പിൽ 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ചെറിയുള്ളി ഒരു 5 മുതൽ 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഞാനിന്ന് തോരൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിലോട്ട് ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ചെറിയ സ്പൂണ് കടുക്, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്. ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ കിട്ടിയ സ്പൂണ് ചെറുതാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഉഴുന്നുപരിപ്പ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് എല്ലാം എടുക്കാം. കൂടെ തന്നെ കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ചേർത്താൽ തോരൻ കഴിക്കുമ്പോൾ ഇതും കൂടി ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. ഇനി ഇവ 3 നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് കടുക് പൊട്ടണം, അതുപോലെ തന്നെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ആ ഒരു ചെറുതായിട്ട് കളർ മാറി വരണം. കൂടെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും. ചില തോരൻ കുറച്ചും കൂടി സ്പെഷ്യലാക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ചേരുവകൾ ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചേരുവകൾ ചേർക്കാറുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. സവാളയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതിയാകും. കാരണം മത്തങ്ങയിൽ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാകും. നമ്മൾ സവാളയുടെ ചേർക്കുമ്പോൾ മധുരം കുറച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. മത്തങ്ങ വെച്ചിട്ട് നമ്മൾ സാധാരണ കറി തയ്യാറാക്കാറുണ്ട്. 1-2 വീഡിയോസ് ഞാൻ ഇതിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തങ്ങയും പയറും വെച്ചിട്ട് എരിശ്ശേരി തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊരു തോരൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാട്ടോ. മത്തങ്ങ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒന്നുകിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കാം. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി ഈ സമയത്താണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി നല്ല മൂത്ത മണം വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കുക. മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലുതാകാനും പാടില്ല, എന്നാൽ ഒത്തിരി ചെറുതാകാനും പാടില്ല. കാരണം മത്തങ്ങ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ തോരനല്ലേ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് എല്ലാ കാര്യങ്ങളും മത്തനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എപ്പോഴും നാടൻ വിഭവങ്ങൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. മൺചട്ടിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് അത് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. മൺചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ചൂടായി കിട്ടുന്നൊരു സമയമാണ് എടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മത്തങ്ങയ്ക്ക് അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല. മാക്സിമം ഒരു 6 മുതൽ 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങയിൽ തന്നെ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താലും മതിയാകും. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. എങ്കിലും നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മത്തങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകല്ലേ. തോരനായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഇത് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അതാണ് പാകം. അപ്പോൾ വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. മത്തങ്ങ വേകുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുക. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കരിവേപ്പില. പിന്നെ ഇതിൽ വെളുത്തുള്ളി ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി നമ്മൾ സാധാരണ തോരൻ തയ്യാറാക്കുന്ന കണക്കൊന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനെ അരപ്പൊന്ന് റെഡി ആയിട്ടുണ്ട്. അതായത് 1-2 പ്രാവശ്യം ഒന്ന് പൾച്ചെടുക്കുക. ഇതിൽ ചേർത്തിക്കുന്ന പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുകയും വേണം. ഇതൊന്ന് മാറ്റി വയ്ക്കാം.
അങ്ങനെ മത്തങ്ങ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മുതൽ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും മത്തങ്ങ ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതായത് അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി അരപ്പ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു തോരൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിതിൽ പച്ചമുളക് കുറച്ച് അധികം ചേർക്കണം. അതായത് പംകിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു എരിവും കൂടെ ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എരിവും മധുരവും കൂടി ചേരുമ്പോൾ ആ ഒരു സ്വാദാട്ടോ വരുന്നത്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടുമില്ല. വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതായത് ഇതിലൊരു മധുരവും എരിവും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പറ്റുമെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്